ഹായ്, ഗുഡ് ഈവനിങ്, നമസ്കാരം. 15 വർഷത്തെ പ്രവാസി ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുണ്ടെന്ന് ചിന്തിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു തിരിച്ചറിവായിരുന്നു സുഹൃത്തെ Fijica.com എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം. വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു എംപ്ലോയ്മെന്റ് ലൈഫിൽ നിന്നും ഒരു ഓൺടർപ്രനർ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം. ഒരു മുൻവിധിയോ മുൻധാരണയോ ഇല്ലാതെ എന്താ പറയാ, വളരെ വളരെ തന്മയത്വത്തോടുകൂടി ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും Fijica മാനേജ്മെന്റിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ, നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ 10-25 പേര് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കൊറോണ പിടിക്കും, അല്ലെങ്കിൽ പോലീസ് പിടിക്കും, ശരിയല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് 1000-ൽ പരം വരുന്ന മെമ്പേഴ്സ് ഇന്ന് ഡിജിറ്റൽ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ച ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന അവസരം. Once again, it's my privilege and honor to be part of this wonderful event powered by Fijitel Academy. എന്താണ് Fijica.com, അല്ലെങ്കിൽ ഈ ഒരു അവസരം നമുക്ക് മുന്നിൽ തരുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി വെൽക്കം ടു ദ Fijitel വേൾഡ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിനോട് എത്രമാത്രം യോജിച്ചിട്ടുണ്ട്. Fijica.com എന്ന് പറയുന്ന ഒരു ബിസിനസ് അവസരം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ യൂണിക് കോൺസെപ്റ്റ്. ലോകത്തിൽ ആദ്യമായിട്ട് ഫിജിറ്റൽ എന്ന് പറയുന്ന ഫിസിക്കലി ആൻഡ് ഡിജിറ്റലി ഷോപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസരം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച കമ്പനിയാണ് Fijica.com. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ അവസരം നാളെ നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാവും, ശരിയല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് ബിസിനസ് മേഖല എടുത്തു കഴിഞ്ഞാലും അത് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് സുഹൃത്തുക്കളെ, ക്യാപിറ്റൽ ബിസിനസ് നിന്ന് ലോകം കോൺടാക്ട് ബിസിനസ്സിലേക്ക് മാറി തുടങ്ങിയിരിക്കണം, ശരിയല്ലേ? ഇന്ന് കോടിക്കണക്കിന് രൂപ പണിതിട്ട് സ്കൂളുകൾ പണിതിട്ടിരിക്കണം. എത്രയോ ഇൻഡസ്ട്രീസ് ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ് വെക്കുന്ന ഒരു കമ്പനി ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ലാതെ ഇന്ന് Amazon.com ഒക്കെ ഇന്ന് തകർത്ത്, പ്രത്യേകിച്ചും ഇ കൊമേഴ്സ് മേഖലയിൽ അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് ഒരു ടാക്സി പോലും ഇല്ലാതെ യൂബർ. എന്തിനു പറയുന്ന സുഹൃത്തുക്കൾ, അധ്യാപനം എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ ഡിജിറ്റലൈസ് ചെയ്ത നമ്മുടെ ബൈജൂസ് എന്ന് പറഞ്ഞ ബൈജു രവീന്ദ്രൻ, കഷ്ടപ്പെട്ട് കളിക്കുന്ന വിരാട് കോഹ്ലിന്റെയും സച്ചിന്റെ ഒക്കെ പേര് പിന്നിലും ബൈജുവിന്റെ പേര് മുന്നിലേക്കും എത്താനുള്ള കാരണം ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഗ്രോത്ത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്. ഇന്ന് ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ചും ഇന്ന് ഞാൻ ദുബായിൽ നിന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 5 പേരെടുത്തു കഴിഞ്ഞാൽ മിനിമം അതിൽ 1-2 പേർക്ക് പണിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അൺഎംപ്ലോയ്മെന്റിനെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അണ്ടർ എംപ്ലോയ്മെന്റാ. ജോലി ഉണ്ട്, പക്ഷെ 1-ാം തീയതി 2-ാം തീയതി കഴിയുമ്പോഴേക്കും സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ല, വരുമാനം വളരെ കുറവാണ്. അവിടെയാണ് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ആൾക്കാർ അങ്ങോട്ട് പോയി അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വളർച്ച കൈവരിച്ചിരിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അവിടെയാണ് നമ്മളെ നാട്ടിലുള്ള, എന്തിനു പറയുന്ന, ചെറുപ്പം മുതൽ നമ്മൾ കണ്ടു വളർന്ന കുട്ടപ്പൻ ചേട്ടന്റെ കടയിൽ നിന്ന് യൂസഫ് അലി ഖാന്റെ വരെയുള്ള ലുലു മാള് വരെയുള്ള വലിയ വലിയ സംരംഭങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന റീറ്റെയിൽ മാർക്കറ്റിംഗ്. അടുത്തൊരു ഇൻഡസ്ട്രി ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടെയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ, നമ്മളൊരു ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ അത് കാലഘട്ടത്തിനോട് എത്രമാത്രം യോജിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ നാളെ ആ ബിസിനസ്സിന് ഫ്യൂച്ചർ ഉണ്ടോ? ഇതായിരിക്കില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള കൺഫ്യൂഷൻസ്. ആ കൺഫ്യൂഷൻസിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 4 ഇൻഡസ്ട്രീനെയും കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ലോകത്തിലെ വൺ ആൻഡ് ഓൺലി കമ്പനി. ഇറ്റ്സ് നൺ അതർ ദാൻ Fijica.com. തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, കാരണം അടുത്ത 10, 25, 30, 40 വർഷം എടുത്തു കഴിഞ്ഞാലും ഈ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് ബിസിനസ് മേഖലയും അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം, ശരിയല്ലേ? അപ്പൊ ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒഴിവാക്കാം. അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇ കൊമേഴ്സിന് എന്തുമാത്രം സാധ്യതയുണ്ട്? ഇന്ന് നമ്മളെ സ്വന്തം മക്കൾ ഇന്ന് ഓൺലൈനിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ രീതികളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇന്ന് ബിസിനസ് മാറിയിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് പഠന രീതികൾ മാറിയിട്ടുണ്ടെങ്കിൽ, ലോകം ഇന്ന് ഇന്റർനെറ്റുമായിട്ട് അത്രയധികം കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് 2009 390 കോടി രൂപയുടെ ടേൺ ഓവർ ആയിരുന്നെങ്കിൽ 2016 അത് 3800 കോടി രൂപയുടെ ടേൺ ഓവർ ആണെങ്കിൽ ഇനി 2026 അത് 20,000 കോടി ടേൺ ഓവറിന്റെ ബിസിനസ് ആയിട്ടാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതിന്റെ പാർട്ടാണെങ്കിലും അല്ലെങ്കിലും ലോകം എന്ന എന്താ പറയുക, ഏത് കോവിഡിന്റെ പ്രതിസന്ധി വന്നാലും അതിനെല്ലാം തരണം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ബിസിനസ് ആയിട്ട് ഇന്ന് മാറി തുടങ്ങിയിരിക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 2016 ഇന്ന് കേരളത്തിലെ ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന രാംവിലാസ് പാസ്വാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കറക്റ്റ് ആയിട്ട് ഒരു നിയമരേഖ തയ്യാറാക്കുകയും ഇന്ന് ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രീന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്കയിൽ 32 കോടി ജനങ്ങളുള്ളതിന്റെ ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 212,550 crore ബിസിനസ് ആണ് ഒരു വർഷം നടക്കുന്നത്. 132 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് 13,000 കോടി മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒറ്റ വാക്കിൽ പറയാം സുഹൃത്തുക്കളെ, ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസൻ തന്നെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ ദുബായിൽ ഇരുന്ന് പറയണതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതിന് ഒത്തന്റിക് ആയിട്ടുള്ള പഠനങ്ങൾ KPMG പോലുള്ള ഒരുപാട് ഒത്തന്റിക് ആയിട്ടുള്ള അതോറിറ്റികൾ നടത്തിയ പഠനങ്ങളുടെ തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ ബിസിനസിന്റെ ലീഗൽ സൈഡ്? 2016 ഒക്ടോബർ 2 ദുബായിൽ നിന്ന് തുടങ്ങിയ കമ്പനി, ദുബായിയുടെ ട്രേഡ് ലൈസൻസ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ അപ്രൂവലോടുകൂടി പ്രവർത്തിച്ച് ഇന്ന് ഇന്ത്യയിൽ 2018 ലോഞ്ച് ചെയ്ത കമ്പനി. നിങ്ങൾക്ക് കാണാം ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ, നമുക്ക് നമ്മൾ അടുത്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ എന്താണെന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഓരോ റെഫറൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇല്ലേ? എത്രമാത്രം ഫ്യൂച്ചർ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള റെഫറൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്. അടുത്താണ് ഗൈഡ് ലൈൻസ്. ഇന്ന് പണ്ടൊക്കെ രീതിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല രീതിയിൽ നെറ്റ് ചുളിച്ചിരുന്നെങ്കിൽ ഇന്ന് 128 യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠന വിഷയമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സിലബസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് 2018 നമ്മൾ എടുത്താൽ കേരള സർക്കാരിന് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് 32 ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ലീഗലൈസ് ചെയ്ത കമ്പനികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് പരിശോധിച്ച് നോക്കാം. അവിടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, കേരളത്തിൽ തുടങ്ങിയ കമ്പനിയാണ് ഫിജി കാർഡ്. ദുബായിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ ഫിജി കാർഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് വന്ന് അവിടെ നിന്നാണ് സൗത്ത് ഇന്ത്യയിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് എല്ലാം ഫിജി കാർഡ് എക്സ്പാൻഡ് ചെയ്തത്. ഇന്ന് 6 തൊഴിലാളി സംഘടനകൾ അംഗീകരിച്ച് ക്ഷേമനിധിയും പെൻഷനും അടക്കം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം, ഒരുവിധം അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, fijicard.com യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യയിലേക്ക് വന്ന പേപ്പറിൽ വന്ന ഒരുപാട് ന്യൂസസ് ആണ്. പലപ്പോഴും പല ന്യൂസുകളുമായിരിക്കും പലപ്പോഴും നമ്മൾ പല കമ്പനിയുടെയും വിശ്വാസ്യത വർദ്ധിപ്പിക്കുക. ശരിയല്ലേ? 2016 UAE തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താണെന്ന് അറിയോ സുഹൃത്തെ? മിനിസ്ട്രി ഓഫ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്റ്റ് മോണിറ്ററിംഗ് അതോറിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 11 കമ്പനിയിൽ UAE സ്റ്റാർട്ട് ചെയ്ത UAE ആദ്യത്തെ കമ്പനിയായിരുന്നു ഫിജിക്കാർഡ്. ഇതിനേക്കാളും വലിയൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്കും ഒരുപാട് മാധ്യമങ്ങളിൽ ഒരുപാട് ന്യൂസസ് വന്നിട്ടുള്ള ഒരു ഇവന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫിജിക്കാർഡിന് ഇന്ത്യ ലോഞ്ചിൽ അന്നത്തെ കൺസ്യൂമർ മിനിസ്റ്റർ ആയിരുന്ന തിലോത്തമ മിനിസ്റ്ററും അങ്കമാലി MLA അടക്കമുള്ള നിരവധി രാഷ്ട്രീയ പ്രമുഖരും നമ്മളെ ഒരു പ്രോഗ്രാമിന് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലിബ്രിറ്റി ഐക്കണായിട്ടുള്ള തമന്ന ഭാട്ടി അടക്കം നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ഒരു ഇവന്റ് കൂടിയായിരുന്നു ഫിജിക്കാർഡിന്റെ ഇന്ത്യ ലോഞ്ച്. ഇത് ദുബായിൽ നടന്ന ഒരു പ്രോഗ്രാമാണ്. അൽത്തവാർ സെന്റർ എന്ന് പറയുന്ന ദുബായിൽ തന്നെ എണ്ണം പറഞ്ഞ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ഒന്നാണ്. ആ ഒരു ഹാളിൽ വെച്ച് നടന്ന ഒരു ഇവന്റ് കൂടിയാണ്. ആ ഒരു ഇവന്റില് എന്താ പറയാ, സെലിബ്രിറ്റി ആയിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്താ പറയാ സാനിയ മിർസ. അവര് കൂടി പങ്കെടുത്ത ഒരു പ്രോഗ്രാം. ഫോർച്ചുനേറ്റ്ലി എന്നെ പോലുള്ള ഈ പ്രോഗ്രാം കാണുന്ന നിരവധി വ്യക്തികൾക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതെല്ലാം നമ്മുടെ ഓരോ റെഫറൻസിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ പറയുന്നു.
കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ UAE നിന്ന് തുടങ്ങി ഇന്ത്യ അടക്കം ഇന്ന് സോഫ്റ്റ് ലോഞ്ച് ഇന്ന് നേപ്പാളിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത് വരുന്ന രാജ്യങ്ങളാണ് US, മലേഷ്യയും അടക്കം ഗൾഫ് കൺട്രീസും എന്ന കമ്പനി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നിന്ന് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും നമുക്കിവിടെ സംസാരിക്കാനില്ല. ടീം മാനേജ്മെന്റിൽ നമ്മളെല്ലാം വളരെ പ്രൗഡ് ആക്കിയിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ, പണിയെടുക്കുന്നവരുടെ പടച്ചോനാണ് ദുബായ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഫിജിക്കാരുടെ സംബന്ധിച്ചുള്ള നമുക്ക് ഓരോരുത്തരും പണിയെടുക്കുന്നവരുടെ പടച്ചോൻ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ്. അർഹിക്കുന്നവർക്കുള്ള അംഗീകാരം, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു അവസരം നമ്മളെ കൺമുന്നിൽ ഒരുക്കി തന്ന ഒരു വ്യക്തിത്വം. 49ഓളം ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ, 131 NBFC ബ്രാഞ്ചസ്. ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് വെച്ചാൽ ഹ്യൂമാനിറ്റേറിയൻ, എന്താ പറയാ, ഒരുപാട് മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സുഹൃത്തെ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, Fijica.com എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്നലെ കൊണ്ടുവന്ന ഒരു കമ്പനി അല്ല ഒരിക്കലും. 159 വർഷത്തെ ബിസിനസ് പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ടീം മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടീം മാനേജ്മെന്റ്. അടുത്ത നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് സുഹൃത്തുക്കളെ നമ്മൾ മാർക്കറ്റ് ചെയ്യണത്? ശരിയല്ലേ? ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഫിജിക്കാർഡിൽ വന്ന എന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, എന്റെ അമ്മയും അച്ഛനും അടക്കം എന്റെ കുഞ്ഞു മക്കളടക്കം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം കിട്ടുന്ന ഒരു കമ്പനിയാണ് സാറേ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് നമുക്ക് ഒരുക്കി തന്നിരിക്കണേ. എന്നിരുന്നാലും കൂടി നിങ്ങൾ ഓരോരുത്തരുടെ അറിവിന് വേണ്ടി പറയുന്നു, ഫിജിക്കാർഡിന്റെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആര്യസൂക്ത വൺ ഓഫ് ദ ആയുർവേദിക് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ, ഫിജി ഗ്രീൻ ഗ്രോസറി കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ്, ഡി ലെതർ എന്ന് പറയുന്ന ലെതർ വാലറ്റുകൾ, ബെൽറ്റുകൾ, അതുപോലെയുള്ള പ്രത്യേകിച്ചും യൂത്ത് പാക്ക് അടക്കമുള്ള നിരവധി പ്രോഡക്റ്റുകൾ, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബോബീസിന്റെ കറി പൗഡർ, ലീവ് വെയർ എന്ന് പറയുന്ന കിച്ചൺ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ബോബി ആൻഡ് മറഡോണയുടെ ഷർട്ട്, ഇട്ടിരിക്കുന്ന ഷർട്ടും ബോബി ആൻഡ് മറഡോണ തന്നെയാണ്. 670 എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഫുഡ് ആൻഡ് പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഓക്സിജൻ റിസോർട്ട്, സ്ലീവ് ലൈൻ, ഓസോണ, നിരവധി ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇന്ന് ഫിജിക്കാർഡ് മാർക്കറ്റ് ചെയ്യുന്നു. ഫിജിക്കാർഡിന്റെ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റുകൾ കാറ്റഗറിയിൽ. പിന്നെ അടുത്തത് വരുമ്പോഴാണ് പോപ്പുലർ ബ്രാൻഡ്സ്, ബട്ടർഫ്ലൈ, സോണി, സാംസങ്, ടൈറ്റൻ. നമ്മൾ കേട്ട് മറന്നിരിക്കുന്ന നിരവധി പ്രോഡക്റ്റുകൾ ഇന്ന് ഫിജിക്കാർഡിന്റെ ബ്രാൻഡഡ് കാറ്റഗറി ലിസ്റ്റിലുണ്ടാവും. പലപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്, എന്താ പറയാ, പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിക്കാരും പറയാറുണ്ട്, പല സയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രോഡക്റ്റിന്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ്. ഇവിടെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. കാലത്ത് എണീക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ തുടങ്ങി പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, കുടിക്കാൻ ഉപയോഗിക്കുന്ന ചായപ്പൊടി, ഇടാൻ ഉപയോഗിക്കുന്ന ഷർട്ട്, വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ കിടക്കവിരി അടക്കം സുഹൃത്തുക്കളെ ഇന്ന് ഫിജിക്കാർഡിന്റെ പ്രോഡക്റ്റുകളാണ്. ഇനി ഇതിൽ കൂടുതൽ ഒരു എക്സാമ്പിൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനില്ല. പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയും പറയാം നമുക്ക്. കേരളം കണി കണ്ടുണരുന്ന നന്മ, മേൽമയടക്കം സുഹൃത്തുക്കൾ ഇന്ന് ഫിജിക്കാർഡിന്റെ കാറ്റഗറി ലിസ്റ്റിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഖാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങൾ ഫിജിക്കാർഡിന്റെ കാറ്റഗറി പ്രോഡക്റ്റുകളുണ്ട്. അർബൻ സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് UAE സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനി തുടങ്ങിയിരുന്ന ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിലുള്ളതാണ് അർബൻ സോയിൽ. അർബൻ സോയിൽ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റും കൂടിയാണ്. നിരവധി പോപ്പുലർ ബ്രാൻഡ്സ് ഓഫ് പ്രോഡക്റ്റുകൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് സിസ്റ്റം? പലപ്പോഴും പല രീതിയിലും പറയണം. ചിലപ്പോൾ നിങ്ങളൊരു സുഹൃത്തോ ബന്ധുവോ ഒക്കെ വിളിച്ചപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? പ്രത്യേകിച്ചും ബിസിനസ് എന്ന് പറയാം, ഞാനൊക്കെ ആദ്യം ആലോചിച്ചിരുന്ന ഒരു കാര്യം, തുടങ്ങുന്നതിന് മുമ്പ് പൊട്ടിപ്പോണ കാര്യമായിരിക്കും ബിസിനസ് എന്നൊക്കെയാണ് പലപ്പോഴും ചിന്തിച്ചുകൊണ്ട്. കാരണം റിസ്ക് എടുക്കാനുള്ള ഒരു ഭയം, ആ ഒരു എന്റർപ്രനർ, ആ ഒരു എംപ്ലോയ്മെന്റ് ലൈഫ്, ഒരു ഓൺടർപ്രനർ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഫിജിക്കാർഡ് നമ്മുടെ മുന്നിൽ ഒരുക്കി തന്നത് വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് നിങ്ങളൊരു ലെക്സിന്റെ സോപ്പ് മേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെ? ഡൽഹിയിലോ അഹമ്മദാബാദിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഈ പ്രോഡക്റ്റ് കമ്പനി മാനുഫാക്ചർ ചെയ്യാം. ഡൽഹിയിലോ അഹമ്മദാബാദിലോ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മളെ വീടിന്റെ അടുത്തുള്ള എന്തായാലും പ്രിയ സൂപ്പർ മാർക്കറ്റിൽ പെട്ടെന്ന് എത്തില്ല ഇല്ലേ? അതിനൊരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, കേരള സ്റ്റേറ്റ് വൈസ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഹോൾസെയിൽ ഡീലർ ഉണ്ടാവും. നിന്റെ വീടിന്റെ അടുത്തുള്ള പ്രിയ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ അടക്കമുള്ള വ്യക്തികൾ അതിൻ്റെതായിട്ടുള്ള ലാഭം എടുത്തതിന് ശേഷം മാത്രമാണ് ആ പ്രോഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് തരുന്നത് ഇല്ലേ? പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സച്ചിനും ബച്ചനും കോഹ്ലിയും അടക്കം ഐശ്വര്യ റോയ് അടക്കം പറയുന്നുണ്ട്, എന്റെ മേനി അഴകിന്റെ രഹസ്യം ലെക്സ് സോപ്പാണ്. ഐശ്വര്യ റോയ് തേച്ച് കുളിച്ചോന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരും ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നു അല്ലെ? എത്രയോ ഇടനിലക്കാരിലേക്ക് ഈ കൈമാറുന്ന പൈസ അല്ലെങ്കിൽ ഈ കൈമാറുന്ന ഈ ഒരു എമൗണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ധൈര്യമായിട്ട് Fijica.com നമുക്ക് എന്ത് ചെയ്യണോ? ഇവിടത്തെ സച്ചിനും ബച്ചനും കോഹ്ലി എല്ലാം നിങ്ങളും ഞാനും അടക്കം അടങ്ങുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്.
അവിടെ ഒരു പ്രത്യേകത നമുക്ക് ധൈര്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ഏത് ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ച് നോക്ക് സുഹൃത്തുക്കളെ. അതൊന്നും സച്ചിനും മോഹൻലാലും മമ്മൂട്ടിയൊന്നും അഭിനയിച്ചത് കൊണ്ടൊന്നല്ല അത് ബ്രാൻഡായി മാറിയ. നിങ്ങളും ഞാനും അടക്കം അടങ്ങുന്ന ആൾക്കാർ കാശ് കൊടുത്തത് വാങ്ങിച്ചു ഉപയോഗിച്ചത് കൊണ്ടാ. ഇവിടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് നമുക്കൊരു ഒരു 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 എന്താ പറയാ, ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫിജിക്കാർട്ട് നമ്മൾ മുന്നിൽ തരുന്ന പ്രോഡക്റ്റ് നമ്മൾ ഓരോരുത്തരും നെഞ്ചും വിരിച്ചിറങ്ങി മാർക്കറ്റ് ചെയ്തുകൂടാ? അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവും. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അവസരമാണെങ്കിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? ആ ഒരു മൈൻഡ് സെറ്റിൽ വന്ന 2.5 വർഷം മുന്നേ ഈ ബിസിനസ് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇത്രയും അഭിമാനത്തോട് പറയാൻ പറ്റും. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഫിജിക്കാർട്ട്.കോമിന് മാനുഫാക്ചർ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, മാനുഫാക്ചറായിട്ട് കമ്പനി ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കമ്പനി തന്നെ പല പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്നു. സ്വീറ്റ് 70 എന്ന് പറയുന്ന നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് വരുന്ന പ്രൊഡക്റ്റ് ആണ്. ബോബീസ് കറി പൗഡറുകൾ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് വരുന്ന പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത പ്രൊഡക്റ്റുകളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളും നിങ്ങളും ഞാനും അടക്കം അടങ്ങുന്ന സുഹൃത്തുക്കളാണ്. ബച്ചനും കോഹ്ലിയും സച്ചിനും എല്ലാവരും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കമ്മീഷൻ, അതിനുള്ള ബെനിഫിറ്റ് നമുക്കിവിടെ കമ്പനി നൽകുന്നു. ഈ സിസ്റ്റം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പലപ്പോഴും വിചാരിക്കും ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിവിടെ വാരിക്കോരി തരണമെന്നല്ല. ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് അർഹതപ്പെട്ട രീതിയിലുള്ള കൃത്യമായിട്ട് ഗവൺമെന്റ് പറയുന്ന എല്ലാ ഗൈഡ് ലൈൻസും പാലിച്ചുകൊണ്ടുള്ള നമുക്കൊരു ബെനിഫിറ്റ് കമ്പനി നമുക്ക് നൽകുന്നുണ്ടാവും. എങ്ങനെയാണ് ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? പലപ്പോഴും നമ്മൾ പല രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം സ്വന്തമായിട്ട് നിങ്ങൾ ഒരു ട്രഡീഷണൽ മേഖലയിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കും, നിരവധി കാര്യങ്ങളുണ്ടാവും. ഇവിടെ നിങ്ങളുടെ KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഫിജിക്കാർട്ടിന്റെ ഒരു പാർട്ട്ണർ സ്റ്റോർ സ്വന്തമാക്കാം. ഞാൻ ഇവിടെ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നം ചെയ്യുന്ന ബിസിനസ്, ജെഫ് ബെസോസ് ചെയ്യുന്ന ബിസിനസ് ഏതാണ്? Amazon.com ഇല്ലേ? ലോകത്തെ 5ാമത്തെ കോടീശ്വരൻ ചെയ്യുന്ന ബിസിനസ് ഫേസ്ബുക്കിനാണ്, മാർക്ക് സുക്കർബർഗ്. ഇന്ന് ഏഷ്യയിലെ നമ്പർ 1 കോടീശ്വരൻ Alibaba.comന്റെ ഉടമസ്ഥൻ ജാക്ക് മാ അടക്കം ചെയ്യുന്ന ബിസിനസ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളെ 3 മലയാളികൾ നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഒറ്റ വാക്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞോടെ ഇതാണ് അവസരം എന്നുള്ളത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്റെയൊക്കെ ലൈഫിൽ ഒരു ഇ-കൊമേഴ്സ് കമ്പനീന്റെ പാർട്ട്ണർ സ്റ്റോർ സ്വന്തമാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളിലും കോടികളിലെയും ഇൻവെസ്റ്റ്മെന്റ് ഉള്ളപ്പോൾ ഇവിടെ നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ശരിയല്ലേ? നിങ്ങൾ ഇരിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്ന് 1000-ൽ പരം ആൾക്കാർ ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ ഒന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കുക. വേണ്ടാന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഏതൊരു ബിസിനസ്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ നിന്നൊരു ഒരു ഉന്തുവണ്ടി കച്ചവടം നടത്തണമെങ്കിൽ പോലും ഇന്ന് 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് കോർപ്പറേഷനിൽ കെട്ടിവെക്കണം. ഇവിടെ 100 പോയിന്റിന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് തന്നെയാണോ, നമ്മുടെ മക്കൾക്കടക്കം വളരെ ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവിധ പ്രോഡക്റ്റുകളും, ഡെയിലി കൺസ്യൂമബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പ്രോഡക്റ്റുകൾ അതേ വിലയ്ക്ക് അല്ലെങ്കിൽ അതിനേക്കാളും 1 രൂപ കുറവിൽ നിങ്ങൾ വാങ്ങിച്ചാൽ യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ്. ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയണമെന്നല്ല സുഹൃത്തുക്കൾ, ഇത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളടുത്ത് സംസാരിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഓൺലൈൻ പ്രൊമോഷൻ, ഫിസിക്കൽ പ്രൊമോഷൻ. സാർ, നിങ്ങളൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്രയോ പ്രാവശ്യം നമ്മൾ അയക്കണില്ലേ വാട്സപ്പ് വഴി? ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചാൽ പോലും നിങ്ങൾക്ക് ഇതൊന്ന് വരുമാനം ഉണ്ടാക്കാം. കാരണം നമ്മൾ ഫിജിക്കാർട്ട്.കോമിന്റെ ഒരു പാർട്ട്ണർ സ്റ്റോർ നമ്മൾ 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചതോടുകൂടി നമ്മൾ സ്വന്തമാക്കുന്നു. ആ സ്വന്തമാക്കുന്നതോടുകൂടി നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് കിട്ടുകയാണ്. നമ്മുടെ സ്വന്തം പേരിൽ നമുക്ക് www.fijicart.com/കനു ഡിജിറ്റൽ ഷോപ്പി, കനു ഓൺലൈൻ ഷോപ്പി, സുരേഷ് ഷോപ്പി, എന്ത് പേരിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മൾ വെറുതെ അയക്കുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് നാളെ നമുക്ക് വരുമാനമാക്കി മാറ്റാമെന്ന് കമ്പനി നമ്മുടെ മുന്നിലേക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. ഫിസിക്കലി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇതാണ് നിങ്ങൾ ഓരോരുത്തരും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഇത്രയൊക്കെ നിങ്ങൾ സംസാരിച്ചു സാറേ, എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന്. ശരിയല്ലേ? ഞാൻ ഒറ്റ കാര്യം മാത്രം പറയണോ, ഒന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കൾ. നാളെ ഫ്യൂച്ചർ ഉള്ള ഒരു ബിസിനസ്, ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ലോകത്തിന് എന്ത് കോവിഡിന്റെ 2ാം തരംഗമല്ല, 3അല്ല, 4അല്ല, 5അല്ല, 10 തരംഗം വന്നാലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇ-കൊമേഴ്സ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതല്ല, ഇന്ന് ലോകം മുഴുവൻ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അൺഎംപ്ലോയ്മെന്റിന് ഒരുവിധം സൊല്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് 100-ൽ 101% ക്രെഡിബിലിറ്റിയോടുകൂടി ലീഗലി സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി. നമ്മളെ വീടിന്റെ അടുത്തുള്ള കുട്ടപ്പൻ ചേട്ടന്റെ കടയിൽ തുടങ്ങുന്ന ലുലു വരെയുള്ള ഔട്ട്ലെറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന റീറ്റെയിൽ മാർക്കറ്റിംഗ്.
വെൽനസ് ഇൻഡസ്ട്രി, ഈ 4 ഇൻഡസ്ട്രീനെയും കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന കിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇല്ലേ 159 വർഷത്തെ പാരമ്പര്യമുള്ള ബിസിനസ് സാമ്രാജ്യം കെട്ടുപടുത്തി നിർത്തിയ ബിസിനസ് മാഗ്നറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി. അതിലുപരി നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് വാങ്ങിക്കണ അല്ലെങ്കിൽ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടും നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്, അത് മാത്രമല്ല അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസരം. ഇനി നമുക്ക് എന്ത് വരുമാനം കിട്ടും? ഇതായിരിക്കും നിങ്ങളെ എന്റെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം അല്ലേ. കാര്യങ്ങളൊക്കെ നിർത്തുപോയി, നിങ്ങൾ ആദ്യം നമുക്ക് എന്ത് വരുമാനം കിട്ടും അതിനെ കുറിച്ച് സംസാരിക്കുക. ആദ്യത്തെ ഇൻകമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഫിജി കാർഡിലൊരു 100 പോയിന്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവുകയാണ്. ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ, ഇന്ന് ഈസ്റ്റേൺ കറി പൗഡറിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും കെട്ടിവെക്കണം. അവർ പറയുന്നിടത്ത് കച്ചവടം നടത്തണം. ഇവിടെ ഇന്ന് ഫിജി കാർഡ് തരുന്ന എല്ലാവിധ പ്രോഡക്റ്റും കേരള സർക്കാരിന്റെ മിൽമ അടക്കമുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോഡക്റ്റും നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ സൂപ്പർ DP പ്രൈസിൽ നമുക്ക് ഫിജി കാർഡിൽ നിന്ന് വാങ്ങാം. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഫിജി കാർഡിന്റെ നോനി ടൂത്ത് പേസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു അഫിലിയേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് 230 രൂപയ്ക്കാണ്. 240 രൂപ DP പ്രൈസും 10 രൂപ റീറ്റെയിൽ കമ്മീഷനും. 340 രൂപ വരെ MRP പ്രൈസിൽ നമുക്ക് ആ പ്രോഡക്റ്റ് വിൽക്കാം. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹോൾസെയിൽ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങുന്നു, അതിന് MRPയിൽ വിൽക്കുന്നതിനാണ് നമ്മൾ കച്ചവടം എന്ന് പറയുക ഇല്ലേ. പക്ഷെ ഇവിടെ ഒരു കച്ചവടത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എന്റെ സ്വദേശം ഒറ്റപ്പാലാണ്. ഞാൻ ഒറ്റപ്പാലത്ത് ഒരു കട ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ പരിസരത്തുള്ള കുറച്ച് ആൾക്കാർ വന്ന് സാധനം വാങ്ങും. ശരിയല്ലേ? ഇല്ലെങ്കിൽ എന്തായാലും ഒറ്റപ്പാലത്തുള്ള ഞാനൊരു കട ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആയിട്ടുള്ള പ്രവീൺ ചിറയത്ത് സാർ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇനിയിപ്പോ കാനു ഒരു കട ഇട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങാനൊന്നും പോകുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഒരു തവണ വാങ്ങിയാലായി, ഇല്ലെങ്കിൽ ഇല്ല. അതിനേക്കാളും കൂടുതലൊന്നും സംഭവിക്കാൻ പോകണില്ല. പക്ഷെ ഞാനൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും നാട്ടുകാർ നമുക്കിട്ടൊരു പണി തരും. എന്ത് ചെയ്യും? അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പിന്നിലും ഒരു 4 കടയെങ്കിലും എത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പറ്റീഷൻ. പക്ഷെ ഫിജികാർഡ്.com ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പ്രവീൺ ചിറയത്ത് സാറിന്റെ അടുത്ത് ഞാൻ പറയുന്നത്, സാറ് വീട് പണിയൊക്കെ ഏതുവരെ? വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടെങ്കിൽ പെയിന്റിന്റെ വർക്കാണ് ഇനി ബാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഞങ്ങളൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. എന്റെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ടിവോനോ എന്ന് പറയുന്ന പെയിന്റ്സ്. 7 വർഷം വരെ ആന്റി ഫംഗൽ വാറന്റി നൽകുന്ന ആ ഒരു പ്രോഡക്റ്റ് സാറിന് മറ്റുള്ള കമ്പയർ ചെയ്യാം, മറ്റുള്ള ബ്രാൻഡഡ് പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും വില കുറവുണ്ടെങ്കിൽ സാർ അത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ, സാർ ആ പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യുന്നത് ഫിജി കാർഡ്, ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന ഫിജി കാർഡ്, ആ പ്രോഡക്റ്റിന്റെ എല്ലാ വാറന്റിയും ഗ്യാരണ്ടിയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രോഡക്റ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ദുബായിൽ ഇരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വരുമാനം കിട്ടുന്ന ഏർപ്പാടാണ് സാറേ ഈ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏതൊരു സുഹൃത്തുക്കളെ, തിരുവനന്തപുരമല്ല, കണ്ണൂരല്ല, കാസർഗോഡല്ല, ഇനി ഏത് സംസ്ഥാനത്തും ഏത് ഡിസ്ട്രിക്റ്റിലുമുള്ള വ്യക്തികൾക്കും ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബാലുശ്ശേരിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വടകരയുള്ള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മുരുക്കമ്പുഴയിലുള്ള സൂപ്പർ മാർക്കറ്റിലോ പോയിട്ട് അളിയാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അത് വാങ്ങിച്ചോളൂ. പെപ്സി ഉണ്ട്, സ്പ്രൈറ്റ് ഉണ്ട്, പാലുണ്ട്, മുട്ടയുണ്ട്, തൈരുണ്ട്, കേക്ക് ഉണ്ട്, എന്ത് വേണമെങ്കിലും അടിച്ചാൽ ദുബായിൽ ഇരിക്കുന്ന എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഒരു അവസരം നമ്മളെ മുന്നിൽ കിട്ടാനുണ്ടോ? ഇതിനെയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയാ. ചെറിയൊരു ഇൻകം എന്നല്ല, ഇതിനേക്കാളും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിൽ കൈവച്ച് തന്നിട്ടുണ്ട്. ഏറ്റെടുക്കണോ വേണ്ട സെക്കൻഡറി, പക്ഷെ മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇൻകം റീറ്റെയിൽ പ്രോഫിറ്റ്. ഇറ്റ്സ് ആൻ അമേസിങ് ഇൻകം. ഒരു നമ്മൾ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നില്ല, പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നടക്കണില്ല, ഡെലിവറിയെ കുറിച്ച് നോക്കണില്ല, വാറന്റിയും കാരണം ഒരു ഹെഡേക്ക് ഇല്ലാത്ത റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് നമ്മുടെ മുന്നിൽ കമ്പനി നമ്മളെ മുന്നിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻകത്തിലേക്ക് നമ്മൾ കടക്കുന്നു, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. എനി ബിസിനസ് ഹാസ് ടു ബി സ്കെയിലബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ലിവറേജബിൾ. അങ്ങനെയെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് പറയും എന്താണ് ആ ബിസിനസ് സക്സസ് ആയി എന്ന് നമ്മൾ പറയും. ശരിയല്ലേ? ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെ നമുക്ക് പറയാം. സാറേ വടക്കാഞ്ചേരിക്കാരൻ ഒരു ബാലേട്ടൻ ഉണ്ടായിരുന്നു. പണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ഒരു ചെറിയ ബേക്കറി തുടങ്ങി. ആ ബേക്കറി തുടങ്ങി അദ്ദേഹത്തിന് കുറച്ച് കുക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പല കൂട്ടുകാരുമായിട്ട് ചേർന്ന് കോയമ്പത്തൂർ തന്നെ പല സ്ഥലങ്ങളിലും കുഞ്ഞു കുഞ്ഞു ബേക്കറികൾ ഇട്ടു. കേരളത്തിലും കുറച്ച് ബേക്കറി പല സുഹൃത്തുക്കളെ പഠിപ്പിച്ചു കൊടുത്തു. ഈ ബേക്കറി ഇങ്ങനെയാണ് നടത്തേണ്ടത്, ഈ രീതിയിലാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ ബാലേട്ടൻ ഇന്ന് 350 കോടി ടേൺ ഓവറുള്ള KR ബേക്കറിയുടെ ഉടമസ്ഥനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ലിവറേജ് ചെയ്യപ്പെട്ടു. ലിവറേജ് ചെയ്യുന്ന ബിസിനസ്സുകളാണ് നമ്മൾ സക്സസ് ആയി എന്ന് പറയാം. അബുദാബി ഇലക്ട്ര സ്ട്രീറ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് തുടങ്ങി യൂസഫ് അലിക്ക് എന്ന ലോകത്തെ ശതകോടീശ്വരന്മാരിൽ ഒരാളായിട്ട് മാറാൻ കാരണം 220ഓളം ഔട്ട്ലെറ്റുകൾ എന്ന ലുലുവിന് സ്വന്തമായിട്ടുള്ളത് കൊണ്ടാണ്.
ലുലുവിന് ഔട്ട്ലെറ്റ് തുടങ്ങിയത് കൊണ്ടല്ല സക്സസ് ആയത് സുഹൃത്തുക്കളെ. ആ ഓരോ ഔട്ട്ലെറ്റിലും അവിടെ കസ്റ്റമർ ബേസ് ഉണ്ടായിരുന്നു. ഇവിടെ ഞാനൊരു ബിസിനസ് തുടങ്ങി, ഫിജി കാർഡിന്റെ ഒരു പാർട്ട്ണർ സ്റ്റോർ ഞാൻ സ്വന്തമാക്കി. എന്നെ പോലെ ചിന്തിക്കുന്ന, എന്നെ പോലെ ആവശ്യക്കാരായിട്ടുള്ള, എന്നെ പോലെ അത്യാവശ്യക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെ ഞാൻ ഈ ബിസിനസ് പരിചയപ്പെടുത്തി. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റോറിനെ നമുക്ക് ഡയറക്റ്റ് ഫ്രാഞ്ചൈസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽസ് ടീം എ, സെയിൽസ് ടീം ബി. ഇവിടെ ബൈനറി കോൺസെപ്റ്റിലാണ് ഈ ഇൻകം, രണ്ടാമത്തെ ഇൻകം കമ്പനി ഡെലിവർ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാം, ഒരു പോയിന്റും നമ്മുടെ ടീം എയിലും രണ്ടാമത്തെ പോയിന്റ് ടീം ബിയിലും നടന്നാൽ നമുക്ക് കിട്ടുന്നത് 20 രൂപയാണ് കമ്മീഷൻ. സാർ ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ട് 20 രൂപയുടെ കച്ചവടം പറയാനാണോ സാറേ? സാർ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ട്. എന്താണ് പോയിന്റ് വാല്യൂ? ഇന്ന് UAE ബിസിനസ് ഉണ്ട്, ഇന്ത്യയിലുണ്ട്. നമുക്ക് ഓരോ പ്രോഡക്റ്റിനും ഓരോ പോയിന്റ് സിസ്റ്റം ഉണ്ട്. പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓരോ പ്രോഡക്റ്റിനും അക്കോർഡിംഗ് ടു ദ നെറ്റ് റിയലൈസേഷൻ വാല്യൂ കമ്പനി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പോയിന്റ് വാല്യൂ എന്ന് പറയണ. കമ്പനിക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ്ലി പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഓരോ പ്രോഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഫ്രാഞ്ചൈസി ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അടുത്ത ഫ്രാഞ്ചൈസികൾ നമുക്ക് ഈ ഫ്രാഞ്ചൈസിക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഒരു പോയിന്റ് വാല്യൂന്റെ സെയിൽസ് ആണ് ടീം എയിൽ നടന്നെങ്കിൽ, ടീം ബിയിൽ ഒരു പോയിന്റ് വാല്യൂന്റെ സെയിൽ ആണ് നടന്നെങ്കിൽ 20 രൂപയും, 100 പോയിന്റ് വാല്യൂന്റെ മാച്ചിങ് ആണെങ്കിൽ 2000 രൂപ, 100 ഇരട്ടി കമ്മീഷൻ. ഗെയിം അവിടെ നിന്ന് മാറുകയാണ്. പക്ഷെ ആദ്യത്തെ ഇൻകം 1:2 അല്ലെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ഇൻകം 1:1 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം നമുക്ക് മാക്സിമം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന 1500 പോയിന്റ് മാച്ച് ചെയ്തിട്ട് 30,000 രൂപ. ഇത് ഒരു പോയിന്റ് 100 പോയിന്റും അതുപോലെ മാച്ച് ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും നിർബന്ധം പറയണില്ല. ചിലപ്പോൾ 100 പോയിന്റ് ടീം എയിൽ നടന്നു, ടീം ബിയിൽ 50 പോയിന്റിന് കച്ചവടം നടന്നെങ്കിൽ കമ്പനി ബാലൻസ് വരുന്ന 50 പോയിന്റിനെ ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യുമുലേറ്റീവ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം, ഒരു ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, കമ്പനിയുടെ രണ്ടാമത്തെ ഇൻകം. ഞാൻ ഈ ബിസിനസ്സിൽ ഒരു കാര്യം മാത്രം നിങ്ങളടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കണം. പലപ്പോഴും ടീം ബിൽഡിംഗ് ബോണസ് അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയണ്ടേ, എങ്ങനെ വിളിക്കുക? പലപ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സമാനത്തിൽ ആലോചിക്കാൻ സാറേ, അരിയും പച്ചക്കറിയും പലചരക്കും പാലും മുട്ടയും തൈരും മേടിച്ചിട്ട് ഒരുത്തിന് നിങ്ങളുടെ എൻ്റെ വീട്ടിൽ കാശ് പോയി എന്നിട്ട് കയറി വരില്ല. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഇല്ലേ? ഒരു ടീം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ അവിടെയുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ജോലിക്കാൻ, ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്ത് 14 വർഷം വർക്ക് ചെയ്തിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം. കാലത്ത് 5:30 മണിക്ക് പണിക്ക് പോകണോ, വൈകുന്നേരം 8:30 വരണോ, 10 ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ഞാൻ മാത്രമാണോ സുഹൃത്ത് അവിടെ കഷ്ടപ്പെടുന്നത്? എന്റെ ഭാര്യ, മക്കളും അച്ഛനും അമ്മയും അടക്കം അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കും, ശരിയല്ലേ? കാരണം എന്റെ ഇൻകം ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ടു എന്റെ ഫാമിലിക്ക്. പക്ഷെ ഫിജികാർഡ്.com ഞാൻ തുടങ്ങാനുള്ള റീസൺ, എന്റെ സുഹൃത്ത് എന്നെ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഡു യു ഹാവ് എനി ബാക്കപ്പ് ഓൺ യുവർ കറന്റ് ഇൻകം? ഉണ്ടോ? ഇല്ലേ? 2 ആഴ്ചത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടക്കം അടങ്ങുന്ന സമൂഹം ചോദിച്ചു സർക്കാരിന്റെ കിറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ അതിനേക്കാളും വലിയ ബാക്കപ്പ് ഒന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ല? അതിന് അത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് റിച്ച് ആണെങ്കിൽ ഞാനിപ്പോ നമ്മൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ശരിയല്ലേ? പക്ഷെ 2.5 വർഷം മുന്നേ 1, 2, 3 സുഹൃത്തുക്കൾ അളിയാ ഞാൻ ഉണ്ടെങ്കിൽ കൂടെ ധൈര്യമായിട്ട് കയറി എന്നോളെന്ന് പറഞ്ഞാൽ കൂടെ പുറപ്പിനെ പോലെ കൂടെ നിർത്താൻ സാധിച്ച പല സുഹൃത്തുക്കളും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചപ്പോൾ അന്ന് 2, 3, 4 പേരിൽ നിന്ന് 10,000 പേരടക്കം അടങ്ങുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അറ്റ്ലീസ്റ്റ് അതിന് 100 പേരെങ്കിലും അവനവരുടെ വീട്ടിലേക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അരി, പച്ചക്കറി, പലചരക്ക് എന്തെങ്കിലും മേടിച്ചാൽ ഒരു 10 രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയാൽ പോലും സാർ എന്നെ സംബന്ധിച്ചോളം ഒരു ദിവസത്തെ വരുമാനം 1000 രൂപയായി, മാസം 30,000 രൂപ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു മൈ ഫാമിലി. ഇറ്റ് ഈസ് കോൾഡ് പാസീവ് ഇൻകം. ഇത് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല സാറേ. ഞാൻ ഇന്ന് നിൽക്കുന്ന റൂബി ക്ലബ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവിടെ നിന്ന് തുടർന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറ്റുന്ന ഒരു ബിസിനസ്സാണ് സാറേ ഞാൻ ഇവിടെ ചെയ്യണേ. എന്റെ 14 വർഷത്തെ എന്റെ ജോലി സ്ഥലത്ത് പോയിട്ട് ഞാൻ അവിടുന്ന് പണി വിട്ടപ്പോ ഇവര് പോയി ചോദിക്കാൻ പറ്റുമോ, സാറേ എന്റെ ഭർത്താവ് ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്താണ്, അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യോ? ഇവിടെ നമ്മൾ ഇന്ന് ഓരോ ദിവസവും എടുക്കുന്ന എഫേർട്ട് നാളെ നമ്മളെ ഫാമിലിനെ സെക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ടീം ബിൽഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാനില്ല. ഇതാണ് ഏറ്റവും വലിയ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിന്റെ ഏറ്റവും വലിയൊരു ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻകത്തിലേക്ക് നമ്മൾ കിടക്കുന്നു, ജനറേഷൻ ബോണസ്. നമ്മൾ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ, അവരിലൂടെ എന്തായാലും ഈ ബിസിനസ്സിൽ വരുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കില്ലല്ലോ പ്രോഡക്റ്റ് മേടിക്കുക. ടൂത്ത് പേസ്റ്റ് മേടിക്കും, ഷർട്ട് മേടിക്കും, ഇല്ലേ?
എന്തായാലും പുട്ടുപൊടി മേടിക്കും, അരിപ്പൊടി മേടിക്കും. അവനവന്റെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ പ്രൈസിൽ മേടിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നു റീപർച്ചേസിങ്. റീപർച്ചേസിങ്ങിലൂടെ നമുക്കൊരു മാസം 500 പോയിന്റിന്റെ കച്ചവടം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഇൻകത്തിനെ പറയുന്ന പേരാണ് ജനറേഷൻ ബോണസ്. ഇറ്റ്സ് ആൻ അൺലിമിറ്റഡ് ഇൻകം. 20 മുതൽ 50% വരെ 9 ജനറേഷൻ പ്രകാരം കമ്പനി നമുക്ക് നൽകുന്നു മൂന്നാമത്തെ ഇൻകം ആയിട്ട്. ഫോർത്ത് ഇൻകത്തിലേക്ക് നമ്മൾ എത്തണം, മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഇറ്റ്സ് ആൻ അമേസിങ് ഇൻകം സാറേ. ഇതിനൊക്കെ ഒരു പറയാൻ വാക്കുകളിലേക്ക് നമുക്ക് പറയാൻ കുറച്ച് വാക്കുകളിൽ മാത്രം ഒതുക്കാൻ താല്പര്യമില്ല. ഫിജി കാർട്ടിന്റെ മൂന്നാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഒരു ബ്രോൺസ് ക്ലബ് ആൻഡ് എബോവ് മെമ്പർ ആയിട്ട് നിങ്ങൾ ഫിജി കാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഇൻകത്തിനെ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം പെർഫോമൻസ് ബോണസ്. പലപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകൾ പല വ്യക്തികളും തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുക, പലരും ലോങ് ടേമിലേക്ക് പോവാത്തതിന്റെ കാരണം ചിലപ്പോൾ നമുക്ക് ഇൻകം സെക്യൂർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇവിടെ 9 കോടി മേടിച്ച പ്രജീഷ് സാറിന്, പ്രവീൺ സാറിന് കിട്ടുന്നതും ബ്രോൺസ് ക്ലബിൽ നിൽക്കുന്ന ഞാനടക്കമുള്ള ഏത് വ്യക്തിക്ക് കിട്ടുന്നതും ഒരേ പ്രോഫിറ്റിന്റെ ഷെയർ. കമ്പനിയുടെ ഒരു മാസം നടക്കുന്ന കച്ചവടത്തിന്റെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും ഇതിനെ കുറിച്ച് അവകാശപ്പെടാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ചയാണ് സാറേ കിട്ടിയത് 15,380 രൂപ പെർഫോമൻസ് ബോണസ് ആയിട്ട്. ഇതിലൊരു പ്രത്യേകത 80% എനിക്കും 20% എന്റെ ഭാര്യയ്ക്കും നോമിനിക്ക്. 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. 1,300-ൽ പരം വരുന്ന കുടുംബങ്ങൾക്ക് 15,000-ൽ പരം വരുന്ന എമൗണ്ട് ഇന്ന് പെർഫോമൻസ് ബോണസ് ആയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അമേസിങ് ഇൻകം ഇല്ലേ? നാലോചിക്ക, എന്റെ സഹോദരി അടക്കം പല വ്യക്തികളും ഇന്ന് പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. 7 മണി കഴിഞ്ഞ് ബസ്സിന്റെ പിന്നാലെ ഓടുന്നു. 7,000, 8,000, 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്ലാറ്റ്ഫോം മുന്നിലില്ലായിരുന്നു. അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് പല വ്യക്തികളും പല ലിമിറ്റഡ് സാലറിയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. സാർ ഇന്ന് ആലോചിച്ചൊക്കെ, ഇന്ന് ഈ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ 15,000 രൂപയാണെങ്കിൽ അടുത്തൊരു 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പ്രോഫിറ്റിന്റെ ഷെയർ 2 ലക്ഷം രൂപ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടാവുക. അവിടെ നമ്മുടെ ബിസിനസ് മാത്രമല്ല, നമ്മുടെ ടീം വർക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല. ഫിജികാർട്ട്.com എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യുന്ന എൻറ്റയർ ബിസിനസിന്റെ ഡിവിഡൻഡ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഇൻകം. എന്താ പറയാ, ഒരുപാട് പേരുടെ ജീവിതത്തിന് മാറ്റിമറിച്ച ഒരു ഇൻകമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. അഞ്ചാമത്തെ ഇൻകത്തിലേക്ക് നമ്മൾ എത്തുന്നു ആനുവൽ പ്രോഫിറ്റ്. കമ്പനിയുടെ ഡയമണ്ട് ക്രൗൺ അംബാസിഡർ ക്ലബ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ 0.5% മുതൽ 1.5% ആനുവൽ ഇൻകം ആയിട്ട് നമുക്ക് നൽകുന്നു. കഴിഞ്ഞ മാസം തന്നെ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ കോടികൾ, 10-15 കോടികൾക്ക് മുകളിലാണെങ്കിൽ ഒരു ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കില്ല. സാർ 14-15 വർഷം ഞാനൊരു കമ്പനിയിൽ എന്റെ രാവും പകലും ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ഞാൻ ആ കമ്പനിയിലെ ഉപ്പും ചോറും നിന്നുകൊണ്ട് ഒരിക്കലും ഞാൻ അതിന് പറയില്ല. പക്ഷെ തിരിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് എന്താ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അർഹിക്കപ്പെടുന്ന രീതിയിൽ അംഗീകാരത്തിനൊപ്പം നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല സാറേ, നമ്മുടെ അടുത്ത ജനറേഷനെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ഇൻകം ആനുവൽ പ്രോഫിറ്റ്. 5ാമത്തെ ഇൻകം കഴിഞ്ഞില്ല, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അപ്പാർട്ട് ഫ്രം ഓൾ ദ ഇൻകം കമ്പനി നമുക്ക് നൽകുന്നു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ആദ്യത്തെ വൺസ് യു ബിക്കം എ ഗോൾഡ് ക്ലബ് മെമ്പർ, 2-star ഗോൾഡ് ക്ലബ് മെമ്പർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ്. 50,000 രൂപയുടെ ബൈക്ക് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഫണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ TDS കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ബാങ്കിലേക്ക് എത്തുന്നുണ്ടാവും. കാർ ഫണ്ട് നമുക്ക് എമറാൾഡ് ക്ലബിലേക്ക് എത്തുമ്പോൾ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നമുക്ക് ലഭിക്കുന്നു. ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ്. ഫിജികാർട്ടിൽ നിന്ന് ഞാനൊരു യൂറോപ്പ് ട്രിപ്പ് ഞാനടക്കം ഒരുപാട് പേര് ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. 5ന്റെ പൈസ ഞാൻ ചെലവാക്കിയിട്ടില്ല. ആകെ ചെലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആകെ 4-5 ബീർ മേടിച്ച കാശ് മാത്രം എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാം ഫിജികാർട്ടാ പേ ചെയ്തിരിക്കണേ. അത്രയടക്കമുള്ള ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡയമണ്ട് ക്ലബ് ആൻഡ് അബോയിലേക്ക് കിട്ടുന്നു. പ്രീമിയം കാർ ഫണ്ട് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട്. വൺസ് യു ബിക്കം എ ക്രൗൺ ഡയമണ്ട് ക്ലബ് മെമ്പർ ആൻഡ് 6 സ്റ്റാർ ഇൻ 3 times നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട്. എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഒരു വില്ല തന്നെയാണ് അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നില്ല 1 കോടി രൂപയുടെ വില്ല ഫണ്ട്. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, സാർ ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കിട്ടിയവരുണ്ടോന്ന്. സാറേ കിട്ടിയവരിതാ വരി പിന്നാലെ സംസാരിക്കാൻ വേണ്ടി വരണോ? കേട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവരൊന്നും സൂപ്പർമാനൊന്നല്ല, വെറും സാധാരണക്കാരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. ഞാൻ ഒരു 10-20 വർഷമായിട്ടുള്ള കമ്പനിയുടെ കാര്യമൊന്നല്ല സാറേ ഞാൻ പറയണേ.
ഒരു 3 വർഷമായി മാത്രം കഴിഞ്ഞിട്ടുള്ള Fijicard.com എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് അവസരം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയധികം അച്ചീവ്മെന്റ് ഈ ചെറിയ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. സോ 1 crore വില്ല ഫണ്ട് നമുക്ക് കിട്ടുന്നു. 1,55,00,000 രൂപയുടെ റിവാർഡും 1 ഇന്റർനാഷണൽ ട്രിപ്പും കൂടാതെ 5 ഇൻകവും. ചാലഞ്ച് ചെയ്യണോ? ഇന്ന് ഏത് കമ്പനിക്ക് നമുക്ക് അത്രമാത്രമുള്ള ഒരു ഇൻകം നൽകാൻ പറ്റണോ? അതുകൊണ്ടാണ് സാറേ ഞാൻ പറയുന്നത്, പണിയെടുക്കുന്നവരെ പടച്ചോൻ തന്നെയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അർഹിക്കപ്പെടുന്നവർക്ക് അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള റെമ്യൂണറൈസേഷൻ നൽകുന്ന ഒരു കമ്പനിയുടെ റാങ്കുകൾ ഇതാണ്. അഫിലിയേറ്റ് ഇന്ന് സ്റ്റാർ ക്ലബ്, ബ്ലൂ സ്റ്റാർ, ബ്രോൺസ് ക്ലബ്, സിൽവർ ക്ലബ്, അങ്ങനെ ക്രൗൺ അംബാസിഡർ ക്ലബ് എന്ന് പറഞ്ഞ 13 റാങ്കുകൾ കമ്പനി നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ഇതിനൊരൊറ്റ കാര്യം മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. സാറേ, കഴിഞ്ഞ 10 വർഷം നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ റിസൾട്ടാണ് ഇന്നിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും. ശരിയല്ലേ? ഇനി അടുത്ത 10 വർഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അതായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ അന്ന് എത്തിപ്പെടാൻ പോകുന്ന പൊസിഷൻ. സാറേ, ഇന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പല മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇന്ന് ഇവിടെ നിൽക്കുന്ന ഒരു പൊസിഷൻ, ഒരുപാട് പ്രവാസികൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്ന് അറിയാം. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ നിന്ന് അടുത്ത 10 വർഷം നിങ്ങൾ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ അധികാരമായിട്ട് ഇത്ര നിങ്ങൾ പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ Fijicard.com-ൽ അഫിലിയേറ്റ് ആയിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ക്രൗൺ അംബാസിഡർ ക്ലബ് എന്നുള്ളൊരു പൊസിഷൻ കടക്കുമ്പോൾ 4.5 കോടിക്ക് മേലെ ഇൻകം ഏൺ ചെയ്തിട്ടായിരിക്കും അവൻ പുറത്തു വന്നിട്ടുണ്ടാവുക. ഇന്ന് ആ ക്രൗൺ അംബാസിഡർ ക്ലബിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ 5, 10, 15 വർഷം കൊണ്ടൊന്നല്ല, 3, 4, 3 അല്ല, 4 അല്ല, 5 അല്ല, 10 എടുത്തോട്ടെ സാറേ. നാളെ നമ്മളെ ഫാമിലി അതിൽ സെക്യൂർ ചെയ്യും, നമ്മളെ ലൈഫോടെ ടേണിംഗ് പോയിന്റ് ആണെങ്കിൽ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന, കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക. സാർ, ഈ Fijicard ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഒരുപാട് ഓർഗനൈസേഷൻ, ഒരുപാട് ടീം Fijicardൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ലീഡേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് Fijicard എന്നുള്ളത് തന്നെയാണ്. കൂടെ നിൽക്കുന്നവനെ കൂടപ്പിറപ്പിനെ പോലെ കരുതൽ നൽകിക്കൊണ്ട്, കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെയാണ് പറയുന്നത് ഫിജിറ്റൽ അക്കാഡമി. ഇവിടെ നമ്മളൊരു സാധാരണക്കാരന് ബിസിനസ് ചെയ്യാതെ എക്സ്പീരിയൻസ് ഇല്ല, കുഴപ്പമില്ല, ജോലിക്ക് മാത്രമാണ് ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സിസ്റ്റംസ് ഈ ഒരു അക്കാഡമി നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വേറെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളൊരു വാക്ക് മാത്രം. ഇനി കമ്പനിയുടെ ഓഫീസും കാര്യങ്ങളും, എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ സാറേ. നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിച്ച് ആണെങ്കിൽ ഞാൻ ഒരിക്കലും Fijicard ബിസിനസിന്റെ കാര്യം പറയില്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അത് രീതിയിലായിരിക്കണം. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അമേരിക്കയിലാണ് അദ്ദേഹം പഠിച്ചതും എല്ലാം, ഡോക്ടറാണ്, MD ആയിട്ട്. ഇന്ന് അദ്ദേഹം എറണാകുളത്തിലെ ഏറ്റവും വലിയൊരു ലീഡിങ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. 20-25 വർഷത്തെ സർജറിയിൽ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഒരു കസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം ഏൺ ചെയ്യുന്നത് 3 ലക്ഷം രൂപയ്ക്ക് മേലെയാണ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ സ്മോൾ സാലറി. പക്ഷേ സാറേ, Fijicardൽ 20, 22, 23 വയസ്സുള്ള പയ്യന്മാര്, ചെറുപ്പക്കാരിന്ന് മേടിക്കുന്നത് 9 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് സാറേ. ഒന്ന് ആലോചിച്ചോക്ക്, ഇതിനേക്കാളും വലിയൊരു അവസരം നമുക്ക് അവിടെ കിട്ടാനുണ്ടോ? ശരിയല്ലേ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് സാറേ. നമ്മളിവിടെ നമ്മൾ കോടികൾ വരുമാനം ഉണ്ടാക്കിയാലും ഒരു പ്രത്യേകതയുള്ളത്, പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മാത്രമായിരിക്കും അതിന് ബെനിഫിറ്റ് അനുഭവിക്കുമെങ്കിൽ Fijicardൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടെ വരുന്ന ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം നൽകിക്കൊണ്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ സാറേ? ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ജീവിതമാകുന്ന സിനിമയുടെ 1-ാം ഭാഗം നിങ്ങളും ഞാനും ഒറ്റയ്ക്ക് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഈ സിനിമയുടെ 2-ാം ഭാഗം നിങ്ങളും ഞാനും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ക്ലൈമാക്സ് പൊളിച്ചിരിക്കും സാറേ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.